ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈഫ് സയൻസ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിന്റെ സിലബസ് അനാലിസിസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും തെറ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, സിലബസ് ഒരു പെർട്ടിക്കുലർ സിലബസ് ഉണ്ട് എങ്കിൽ പോലും ആ സിലബസ് ഫോളോ ചെയ്യാണ്ട് നമ്മൾ എവിടെന്നെങ്കിലും ഒക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കും. നമുക്ക് അതിൻ്റെ അടുക്കും ചിട്ട ഉണ്ടാവില്ല. ഇനി ഈ സിലബസ് ഫോളോ ചെയ്യുന്നവരിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് സെറ്റിൻ്റെ ജനറൽ പേപ്പറിന് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ BEd കരിക്കുലം ഒക്കെ ആയിട്ട് ബന്ധം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കുറച്ച് ഇയർ ഗ്യാപ്പ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെപ്പോഴും വിചാരിക്കും ജനറൽ പേപ്പർ അല്ലേ, അതെങ്ങനെയെങ്കിലും കിട്ടിക്കോളും, നമ്മുടെ മെയിൻ പേപ്പറിന് മാർക്ക് സ്കോർ ചെയ്യും. പക്ഷേ ശരിയായ രീതി അതല്ല. നമ്മുടെ സബ്ജക്ട് പേപ്പറിന് എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതേ തരത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ജനറൽ പേപ്പറിനും കൂടി തന്നെയാണ്. കാരണം നമ്മുടെ സബ്ജക്റ്റ് ഏകദേശം നമ്മൾ സ്കോർ ചെയ്യും, അത് ഉറപ്പാണ്. ഇവിടെ ജനറൽ പേപ്പറിന് കുറച്ചധികം മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്ജക്റ്റിൽ കുറച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സിലബസ് നോക്കുന്നവർ തന്നെ ചെയ്യുന്ന മറ്റൊരു അബദ്ധമാണ്, ഏതാണ് വളരെ നമുക്ക് എപ്പോഴും ചോദിച്ചു വരുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഹോട്ട് ടോപ്പിക്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പോർഷൻസ് മനസ്സിലാക്കാണ്ടിരിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ സിലബസ് കുറേ ഉണ്ട്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം. നമ്മുടെ സിലബസിൽ ജനറൽ സയൻസ്, മാത്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും 10th വരെയുള്ള മാത്സ് ഫുള്ള് പഠിക്കുക, 10th വരെയുള്ള സയൻസ്, ഇതിനായിട്ട് കുറേ ടൈം നമ്മൾ ഇരുന്ന് പഠിക്കും. അപ്പോൾ ചിലപ്പോൾ ബാക്കി നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൃത്യമായൊരു സ്ട്രാറ്റജിയും അതേപോലെ തന്നെ കാര്യങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് എവിടെയാണ് എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് സെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഈ ജനറൽ പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ജനറൽ പേപ്പറിന്റെ സിലബസും അതിനോടനുബന്ധിച്ച ക്വസ്റ്റ്യൻസും അതിലേതൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസിലേക്ക് പോകാം. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് ആണ്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പ്രധാനമായിട്ട് 4 മൊഡ്യൂളുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ജനറൽ സയൻസ് ആണ്. ഓക്കെ, ജനറൽ സയൻസ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി അടങ്ങുന്ന ബേസിക്സ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് എത്രയാണ് 10th ലെവൽ വരെ ഉള്ളത് ആണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പോർഷനിൽ നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ മാത്സ് ഒക്കെ നമ്മൾ വിചാരിക്കും അയ്യോ മാത്തമെറ്റിക്സ് ഒക്കെ ചോദിക്കുമല്ലോ, നമ്മളിത് ഫുള്ള് കവർ ചെയ്യണ്ടേ എന്നൊക്കെ തോന്നുമെങ്കിലും പലപ്പോഴും 1 മാർക്കിനോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 2 മാർക്ക് ഇത്രയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ ഒരു പോർഷനിൽ നിന്ന് മാത്സോ അല്ലെങ്കിൽ സയൻസോ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ജനറൽ സയൻസിൽ മാത്തമെറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജിയിൽ പലപ്പോഴും 1 മാർക്ക് 2 മാർക്കൊക്കെയാണ് ഓരോന്നിനും ചോദിക്കുന്നത്. മിക്കവാറും 1 മാർക്കൊക്കെ തന്നെ ഉള്ളൂ. അപ്പം 1 മാർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതല്ല, പക്ഷേ ഈ 1 മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ യൂണിറ്റ് 1 ജനറൽ സ്റ്റഡീസിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് PYQs എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ഈ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റില്ല. അത് പറ്റുന്നവരാണെങ്കിൽ നല്ലത് കേട്ടോ, അത് മോശമാണ് എന്നല്ല പറയുന്നത്. പക്ഷേ പുതിയൊരു ഇതിലേക്ക് വരുന്ന ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം PYQ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി മൊഡ്യൂൾ 2 വന്നാൽ സോഷ്യൽ സയൻസ് അല്ലേ, അതിൽ ഇക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് ഇന്ത്യൻ പോളിറ്റി അടങ്ങുന്ന ഒരു മേഖലയാണ്. ഇവിടെയും എന്ത് തന്നെയാണ് 10th ലെവൽ വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ജനറൽ സയൻസിന്റെ അതേ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ എക്സെപ്ഷൻ വരുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സോഷ്യൽ സയൻസ് ഭാഗത്തെ ഹിസ്റ്ററി പോർഷനിൽ നിന്ന് പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ താരതമ്യേന കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നൊരു പോർഷനാണ് അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നൊരു പോർഷനാണ് എന്ന് നമുക്കറിയാം.
അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സാമിലും എന്ത് ചെയ്യാൻ പറ്റുന്ന, മാറ്റി നിർത്താൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അതേപോലെ അതിന് ഹിസ്റ്ററിയിലൊക്കെ 1857 റിവോൾട്ട് ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനും ഭയങ്കര ഡീപ്പായിട്ടൊന്നും നമ്മളോട് ചോദിക്കാറില്ല. നമ്മൾ അറിയുന്നത് ചിലപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആവാം, അതല്ലെങ്കിൽ എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതേപോലെ അമെൻമെന്റ്സിൽ 42nd അമെൻമെന്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ജോഗ്രഫിയുടെയും എക്കണോമിക്സിന്റെയും കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാർക്കൊക്കെ ഇവിടെ നിന്ന് ചോദിക്കാറുള്ളൂ. ഇനി മൊഡ്യൂൾ 3 വരുന്നത് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ. ഇത് ഡയറക്റ്റ് ചോദിക്കുന്നതിനേക്കാൾ പലപ്പോഴും ഈ ഒരു മൊഡ്യൂളിനെയും കറണ്ട് അഫേഴ്സിനെയും കൂടി റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ഒരു പ്രവണത നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട്. നിങ്ങൾക്ക് കാര്യം പറഞ്ഞത് മനസ്സിലായി കാണും. ഇവിടെ ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്, ആർട്ട് ഉണ്ട്. ഇതേ കാര്യങ്ങൾ എവിടെയും നമുക്ക് വരുന്നുണ്ട്. കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ലിറ്ററേച്ചർ, ആർട്ട് ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ കൾച്ചർ വരുന്നുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും ചിലപ്പോൾ ഇവിടെ നിന്നൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കും. അതല്ല എങ്കിൽ കറണ്ട് അഫേഴ്സുമായിട്ട് ഇത് ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യൻ ലിറ്ററേച്ചറിലെ അല്ലെങ്കിൽ വേൾഡ് ലിറ്ററേച്ചറിലെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ക്ലാസിക്സിനെ പറ്റിയിട്ടായിരിക്കും ചോദിക്കുന്നത്. പിന്നെ ആർട്ട് ഫോംസിനെ പറ്റിയിട്ട് ഒരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. അത് മസ്റ്റായിട്ട് ചോദിക്കാറുണ്ട്. പലപ്പോഴും ഏതെങ്കിലും ഒരു ആർട്ട് ഫോം തന്നിട്ട് ഇത് ഏത് സ്റ്റേറ്റിൻ്റെ എന്നുള്ള രീതിയിലാണ് ചോദ്യം വരാറ്. അതല്ലെങ്കിൽ ആ പോർഷൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആർട്ട് ഫോമിന് ഈ ഒരു റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട്, അതായത് കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഈ മേജർ ആർട്ട് ഫോംസ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ സ്ട്രെസ് ചെയ്ത് നോക്കണം. ഇനി മൊഡ്യൂൾ 4 വരികയാണ്, കേരള സ്റ്റഡീസ്. ഇതിലെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, നാഷണൽ മൂവ്മെന്റ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ. ഇവിടെ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ ആർട്ട് ഫോംസ് അല്ലെങ്കിൽ കൾച്ചർ ചോദിക്കുന്നത് പോലെ തന്നെ എവിടേക്ക് കേരള സ്റ്റഡീസിൽ കേരളത്തിൻ്റെതായിട്ടുള്ള ആർട്ട് ഫോംസ് നമുക്കറിയാം. പടയണി, മുടിയേറ്റ്, തെയ്യം, അങ്ങനെ ഇങ്ങനെ കുറേ ഇതുണ്ട്. ഇവിടെയും നമുക്ക് ഓരോ ആർട്ട് ഫോം തന്നിട്ട് ഇത് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് അതിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം എന്ത് ചോദിക്കാനായിട്ട് ചാൻസ് വളരെ കൂടുതലായിട്ടുള്ളത്. മനസ്സിലായല്ലോ. പിന്നീട് ഉറപ്പായിട്ടും ചോദ്യം വരുന്നൊരു പോർഷനാണ് ഈ സോഷ്യൽ റിഫോമേഴ്സ്. നമുക്കറിയാം നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ തന്നെ സോഷ്യൽ സയൻസ്, എല്ലാവരും 10ാം ക്ലാസ് വരെ സോഷ്യൽ സയൻസ് പഠിച്ചവരാണ്, ഏത് സബ്ജക്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണെങ്കിൽ. അപ്പോൾ പലപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് ആയിട്ടൊക്കെ തന്നെ കാണും എന്താണ് സോഷ്യൽ റിഫോമേഴ്സും അവരുടെ അവരുടെ മൂവ്മെൻറ്റ്സും. ഈ ഒരു ബോക്സ് പലപ്പോഴും കാണും. ഇപ്പോഴത്തെ ഒരു ടെക്സ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ SCERT 8ാം ക്ലാസ്സിലെ നമ്മുടെ ഇപ്പം SCERT ടെക്സ്റ്റുകൾ മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പുതിയ SCERTയുടെ ക്ലാസ് 8 ടെക്സ്റ്റ് ബുക്കിൽ ക്ലാസ് 8 എന്താണ് സെക്കൻഡ് ചാപ്റ്റർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. സെക്കൻഡ് ചാപ്റ്ററിൽ ഇതേപോലെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആ ഒരു പോർഷൻ നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് PYQ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും രാജാറാം മോഹൻ റായിയുടെ ഏതാണ്, അതല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരു, അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ആരാണ് നമ്മുടെ അയ്യങ്കാളി, ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ കേട്ട് പഴകിയിട്ടുള്ളതാണ്. NSS മന്നത്ത് പത്മനാഭൻ, അതേപോലെ തന്നെ എന്താണ് പൊയ്കയിൽ യോഹന്നാൻ, അങ്ങനെ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. അതൊന്നുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് പോയാൽ മാത്രം മതിയാവും സോഷ്യൽ റിഫോംസിൽ. പിന്നീട് വരുന്ന കേരള മോഡൽ ഡെവലപ്മെന്റ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ, ഇവരുടെയൊക്കെ വളരെ എന്താണ് ജനറലൈസ് ചെയ്ത് ചോദിക്കുന്ന പോർഷൻസ് ആണ്. അപ്പോൾ അവിടേക്ക് അധികം സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കുക. ഇതാണ് ഫസ്റ്റ് യൂണിറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി യൂണിറ്റ് 2 ലാംഗ്വേജ് ആൻഡ് റീസണിങ്ങിൽ ഇവിടെ നിന്ന് എന്താണ് നമുക്കറിയാം കോംപ്രിഹെൻഷൻ ആൻഡ് വൊക്കാബുലറി. ഇംഗ്ലീഷ് ആണേ, അപ്പോൾ കോംപ്രിഹെൻഷൻ ആൻഡ് വൊക്കാബുലറി നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇതിന് ഈ പറഞ്ഞതുപോലെ നമ്മളൊരു കുറേ സാധനം ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, മാക്സിമം കോംപ്രിഹെൻഷൻ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ അത് നമുക്ക് അറിയുന്നതാണ്. ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, ഇതും എന്താണ് നമുക്ക് ഈ പറയുന്ന മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് വരും. ന്യൂമറിക്കൽ സ്കിൽസ്, പാറ്റേൺ റെക്കഗ്നിഷൻ ആൻഡ്
ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്കറിയാം, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, അങ്ങനെയൊക്കെ ഉള്ള ഇത്, അല്ലെങ്കിൽ എന്താണ് മറ്റ് പാറ്റേൺസ് തന്നിട്ട് അതിൻ്റെ നമ്മുടെ ന്യൂമറിക്കൽ സ്കിൽസ് പരിശോധിക്കുക എന്നുള്ളതാണ് യൂണിറ്റ് 2 വരുന്നത്. ഇവിടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്താണ്? ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് ഈ ന്യൂമറിസി സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനം ഇരുന്ന് പിടിക്കാൻ പറ്റില്ല. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് ഇനി ഇംഗ്ലീഷ് ഗ്രാമർ വലിയതായിട്ട് അറിയാത്ത ഒരാളിന് തുടക്കം തൊട്ട് നമ്മൾ എന്താണ് നൗണും പ്രോനൗണും വെർബും തൊട്ട് ഫസ്റ്റ് ബേസ് തൊട്ട് ഇവിടം വരെ ഫുൾ ഇരുന്ന് ഗ്രാമർ പഠിച്ച് തീർക്കാനുള്ള സമയം നമുക്കില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് യൂണിറ്റ് 3 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ്. യൂണിറ്റ് 3 കറണ്ട് അഫേഴ്സ് ആണ്. നമുക്കറിയാം സെറ്റിന്റെ ചോദ്യപേപ്പറുകൾ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സിൽ നിന്ന് ചോദ്യങ്ങൾ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്നുള്ളത് മാത്രമല്ല, വളരെയധികം എന്താണ് ഈ പറഞ്ഞതുപോലെ വെയിറ്റേജ് കൂടുതലായിട്ട് നമുക്ക് പലപ്പോഴും കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും മാർക്ക് കൊണ്ട് കളയുന്നതും ഇവിടെ തന്നെയാണ്, കറണ്ട് അഫേഴ്സിലാണ്. കാരണം നമ്മൾ വിചാരിക്കും ഈ കറണ്ട് അഫേഴ്സിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിയാവോ? നമ്മൾ ഈ ഒറ്റ ദിവസം കൊണ്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടെ അങ്ങോട്ട് ഓർമ്മയിൽ നിൽക്കത്തില്ല. അപ്പോൾ ഈ കറണ്ട് അഫേഴ്സിനെ വളരെ കൃത്യമായ രീതിയിൽ അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കി കോഡുകളിലൂടെയോ അല്ലെങ്കിൽ എന്താണ് അത്രയും ഡീപ്പായിട്ട് തന്നെ നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു പോർഷനിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രവുമല്ല ഈ ഒരു പോർഷൻ നമുക്ക് വിട്ടുകളയാനും പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതിൽ മൊഡ്യൂൾ 1 ടെക്നോളജി ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ് ആൻഡ് ഡിസ്കവറീസ് ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെക്നോളജി, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ PSC ഒക്കെ എഴുതുന്നവർക്കറിയാം. അവിടെ DRDOയും ISROയും ഒക്കെ പഠിക്കാറുണ്ട്. അതല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഇന്നോവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബഹിരാകാശ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ എവിടെയാണ് മൊഡ്യൂൾ 1 ചോദിക്കാം. ഇനി മൊഡ്യൂൾ 2 എൻവയോൺമെന്റൽ ഇഷ്യൂസ്, മൂവ്മെന്റ്സ്, ട്രീറ്റീസ് ആൻഡ് ലെജിസ്ലേഷൻസ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അല്ലേ. ഇവിടെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് ചില സമയത്തെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്ന ഗ്യാസസ് ഏതൊക്കെ, അതൊരു കറണ്ട് അഫേഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ല. പക്ഷെ അത് നമ്മൾ എന്താണ് റീസെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ത് ചെയ്യാൻ, ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വിവിധ രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന ട്രീറ്റീസ്, അതുമല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ലെജിസ്ലേഷൻസ്, മൂവ്മെന്റ്സ്, ഇതൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിറഞ്ഞു കാണാറുണ്ട്. നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ മുന്നേ ഉണ്ടായിട്ടുള്ള ട്രീറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എഗ്രിമെന്റുകളാണ്. പാരീസ് എഗ്രിമെന്റ്, അതേപോലെ ക്യോട്ടോ പ്രോട്ടോകോള്, മോൺട്രിയൽ പ്രോട്ടോകോള്, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതൊരു കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ പലപ്പോഴും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മനസ്സിലായി കാണുമല്ലോ. അതേപോലെ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് UN ആൻഡ് ഗ്ലോബൽ അഫേഴ്സ്, UN-ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഗ്ലോബൽ അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റീസെൻ്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും എന്താണ് നമ്മുടെ ചോദ്യ പേപ്പറുകളിൽ കാണാറുണ്ട്. ഇനി ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്? ഈ 2026 ഓഗസ്റ്റിലാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കും ജനുവരി തൊട്ട് ഒരു എന്താണ് ജൂൺ വരെയുള്ള കറണ്ട് അഫേഴ്സ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സെറ്റാണ്. പക്ഷേ അങ്ങനെയല്ല. 2025 കറണ്ട് അഫേഴ്സ് വരെ ചോദ്യ പേപ്പറുകൾ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ ഓർത്തോളുക. അതായത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ PSCയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലുള്ള സെറ്റ് എക്സാം അല്ലെങ്കിൽ HSSC എക്സാം ഇവിടെയൊക്കെ കാണുന്നൊരു പാറ്റേൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേലത്തെ കറണ്ട് അഫേഴ്സ് പഠിച്ചിട്ട് പോകും. പക്ഷെ ചോദിക്കുന്നത് എന്തായിരിക്കും? അതിനും തൊട്ട് മുന്നേലത്തെ ആയിരിക്കും. ചിലപ്പോൾ 2025, 24 ഒക്കെയാണ് നമ്മൾ PSCകളിലൊക്കെ കാണാറ്. ഇവിടെ നമുക്ക് 2025 അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ഉണ്ടാവും, ഈ കറണ്ട് അഫേഴ്സ് എല്ലാം കൂടി ഞങ്ങൾ എങ്ങനെ പഠിച്ചു വെക്കും? ഈ എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇല്ലേ? അല്ലെങ്കിൽ എന്താണ് ഈ കാലയളവിനുള്ളിൽ നമ്മുടെ രാജ്യത്തും ബാക്കിയുള്ള സ്ഥലത്തും ഒക്കെ ആയിട്ട് എന്തെല്ലാം മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കൃത്യമായ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുന്നത് എന്നുള്ളതാണ്. നമുക്ക് എന്താണോ വേണ്ടത്, എന്താണോ ചോദിക്കുന്നത്, അതായിരിക്കും നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത്. അതുമായിട്ട്
ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ആ പോർഷൻസ് ഐഡന്റിഫൈ ചെയ്ത് അവിടെ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളും തന്ന് പഠിപ്പിക്കുന്നതായിരിക്കും. മനസ്സിലായല്ലോ? ഇനി മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നതാണ് ഇത് 4th മൊഡ്യൂളിൽ വരുന്നത്. സ്കോളർഷിപ്സ് ആൻഡ് ന്യൂ ഇനിഷ്യേറ്റീവ്സ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അതായത് ഹയർ ലേണിംഗിന് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഈ പറഞ്ഞതുപോലെ IIT-കൾ അല്ലെങ്കിൽ എന്താണ് ISRO, DRDO അങ്ങനെയുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഈ പറഞ്ഞ ന്യൂ ഇനിഷ്യേറ്റീവ്സ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ സ്കോളർഷിപ്സ് ആൻഡ് ന്യൂ ഇനിഷ്യേറ്റീവ്സ് നമുക്കറിയാം ഓരോ ദിവസങ്ങളിലും എന്താണ് പുതിയ പുതിയ ഇനിഷ്യേറ്റീവ്സ്, പുതിയ പുതിയ പ്രോഗ്രാംസ് നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും കോറായിട്ടുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു പോർഷനിലെ ടാസ്ക്. പക്ഷേ എന്താണ് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് എപ്പോഴും ചോദ്യം കാണുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. Then module 5 വന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സ് ആൻഡ് റീസൺ ലെജിസ്ലേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പുതിയതായിട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും ലെജിസ്ലേഷൻ ഉണ്ടെങ്കിൽ അത്, ഇവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പുതിയ ബില്ലുകൾ പാസ്സായിട്ടുണ്ടെങ്കിൽ, ആക്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലെജിസ്ലേഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടെ എന്താണ് പുതിയതായിട്ട് ഒരു നിയമം വന്നത്, ഉണ്ടായിരുന്ന പഴയ നിയമത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ, കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ, വ്യത്യാസം മീൻസ് അമെൻമെന്റ്സ് വന്നിട്ടുണ്ടോ, ഇത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അത് നമുക്ക് എന്താണ് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് പറയാൻ പറ്റും. അതേപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും എപ്പോഴും നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. ഇനി മൊഡ്യൂൾ 6 ഇവന്റ്സ്, പേഴ്സൺസ് ആൻഡ് അവാർഡ്സ്. ഇവിടെ ഈ ഒരു മൊഡ്യൂൾ 6 നോക്കുമ്പോൾ ഇവൻറ്റ്സ്, കുറേ ഇവൻറ്റ്സ് ഉണ്ടല്ലോ അല്ലെ, പേഴ്സൺസ്, കുറേ പേഴ്സൺസ് ഉണ്ട്, അവാർഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ പഠിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവാർഡുകളുടെ കാര്യത്തിൽ നമുക്ക് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്? ഓസ്കാർ ചോദിക്കാം, നൊബേൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഈ നൊബേൽ പ്രൈസ്. അത് ചിലപ്പോൾ ഇപ്പം 2026 ചോദിക്കാം, വേണമെങ്കിൽ 2025 ചോദിക്കാം. നൊബേൽ പ്രൈസ് ചോദിക്കുമ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ട് 6 വിഭാഗങ്ങളിലാണ് നൊബേൽ പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അടുത്ത ഒരു PSCയുടെ ചോദ്യ പേപ്പറിൽ ഡിഗ്രി ലെവലിന്റെ PSC ചോദ്യ പേപ്പറിൽ കണ്ടൊരു ചോദ്യമാണ്, നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കെന്നൊന്നും ചോദിച്ചിട്ടില്ല. നൊബേൽ പ്രൈസ്, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സിന് എന്തോ ഉള്ള നൊബേൽ പ്രൈസ് പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ മെഡിസിനുള്ള നൊബേൽ പ്രൈസ് പ്രഖ്യാപിച്ച തീയതി ഇത്. അപ്പം നമ്മൾ ഈ തീയതിയൊക്കെ നമ്മൾ പഠിക്കണോ, ഡേറ്റൊക്കെ പഠിക്കണോ എന്നുള്ളൊരിതുണ്ട്. സെറ്റിൻ്റെ പേപ്പറിലൊന്നും അത്രയും കുഴപ്പിച്ചൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എങ്കിലും അങ്ങനെയുള്ള നൊബേൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഇനിയിപ്പോൾ ഡേറ്റ് പഠിക്കാണ്ടിരിക്കേണ്ട, നമ്മളോട് ചോദിച്ചാലും നമുക്ക് എഴുതണമല്ലോ. അപ്പോൾ ഡേറ്റ്, ആർക്കൊക്കെയാണ് കിട്ടിയത്, ഏതൊക്കെ ഫീൽഡിൽ കിട്ടി, ഓരോ ഫീൽഡിനും എന്തിന് വർക്ക് കിട്ടി, ഇതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഓസ്കാർ ഇതേപോലെ തന്നെ ചോദിക്കുന്നതാണ്. പിന്നീട് മാഗ്സസെ അവാർഡ്, അതേപോലെ എന്താണ് ബുക്കർ പ്രൈസ് ഉണ്ടെങ്കിൽ അത് ബുക്കർ പ്രൈസ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡ്സ്, സാഹിത്യ അക്കാദമി അവാർഡുകൾ. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്നത് പോലെയുള്ള വയലാർ അവാർഡ് അല്ലെങ്കിൽ എഴുത്തച്ഛൻ അവാർഡ്, ഇതെല്ലാം ചോദിക്കാം. ദെൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്, സ്പോർട്സും ഗെയിംസും ഒക്കെ നമുക്കറിയാം എന്താണ് വേൾഡ് കപ്പും IPL-ഉം ഒക്കെ എന്താണ് വുമൻസ് ലീഗ്, ഇതെല്ലാം എന്താണ് ചോദിക്കുന്ന ഒരു പോർഷനാണ്. അതിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഏത് ചോദിക്കും എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പറഞ്ഞു തരാനും പറ്റുന്നതാണ്. അതൊക്കെ തന്നെയാവും ചോദിക്കുന്നത്. മൊഡ്യൂൾ 8 കൾച്ചർ, ഫിലിംസ്, ലിറ്ററേച്ചർ, മ്യൂസിക് ആൻഡ് പെർഫോമിംഗ് ആർട്സ്. ഈ പറയുന്ന ഫിലിംസ്, ലിറ്ററേച്ചർ, മ്യൂസിക് ആൻഡ് പെർഫോമിംഗ് ആർട്സ്, ഇവിടെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഏത് ഫിലിമിനാണ്, അല്ലെങ്കിൽ ഏത് നടനാണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. അല്ലെങ്കിൽ ലിറ്ററേച്ചറുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് കിട്ടി, വയലാർ അവാർഡ് ആർക്ക് കിട്ടി, ഏത് കൃതിക്ക് കിട്ടി, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. മ്യൂസിക്, പെർഫോമിംഗ് ആർട്സ്, ഇത് ഇന്ത്യയിലും അതേപോലെ തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ
ഇനി യൂണിറ്റ് 4 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ഒരു സിലബസ് നോക്കുമ്പോൾ നമുക്ക് വളരെ വലിയൊരു സിലബസ് ആണ്. മൊഡ്യൂൾ 1 ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്, മൊഡ്യൂൾ 2 സോഷ്യൽ ഫൗണ്ടേഷൻസ്, ഇങ്ങനെ നമുക്ക് മൊഡ്യൂൾ 3 സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ്, മൊഡ്യൂൾ 4 ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ, ഇങ്ങനെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൽ പലതും നമ്മൾ BEdന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സിലബസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ എപ്പോൾ പഠിച്ച് തീർക്കാനാണ്, ഇതെല്ലാം കൂടി ഈ ഒരു യൂണിറ്റ് പഠിക്കാൻ തന്നെ ഇത്രയും സമയം വേണമല്ലോ എന്നൊക്കെ ഉള്ള തോന്നലുകൾ ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നു, ഈ ഒരു പോർഷനിൽ നിന്നൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന മേഖലകളുണ്ട്. ഈ മേഖലകൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിന്ന് ചോദിക്കുന്ന പകുതിയിലധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു വാസ്തവം. വളരെ റെയർ ആയിട്ട് മാത്രമാണ് പുതിയ മേഖലകളിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അതും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് വായിച്ചിട്ട് പോയാൽ എഴുതാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് മൊഡ്യൂൾ 1 പോകാം. മൊഡ്യൂൾ 1 എന്താണ്? ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നതാണ് മൊഡ്യൂൾ 1ന്റെ പേര്. ഇവിടെ എഡ്യൂക്കേഷണൽ ഫിലോസഫി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ, മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ എയിംസ്, കരിക്കുലം ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, കൺസെപ്റ്റ് ഓഫ് ടീച്ചർ, ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻ. ഇവിടെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഈ ഒരു ഭാഗത്താണ് ഫിലോസഫി എന്താണ് എന്നുള്ളത്, എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളത്, ഇത് തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓഫ് ടീച്ചർ, ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻ. ഈ ഒരു പോർഷനിൽ തന്നെയാണ് നമ്മൾ എന്തിനെ പറ്റി പഠിക്കുന്നത്? ഫിലോസഫിയുടെയും എഡ്യൂക്കേഷൻ്റെയും ഡെഫിനിഷൻസ് പഠിക്കുന്നത്. അതോടൊപ്പം എഡ്യൂക്കേഷനെ പല ആൾക്കാരും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെ? വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ഒരു ചോദ്യം കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ എടുത്തു തരും. ഇത് ആര് പറഞ്ഞു എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ദെൻ ഫിലോസഫിയുടെ തന്നെ മേജർ ഡിവിഷൻസ്, അത് ഓരോന്നും കരിക്കുലത്തിൽ എന്താണ് റോൾ പ്ലേ ചെയ്യുന്നത്, അവരുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്താണ്, ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിലും എന്താണ് കൺസെപ്റ്റ് ഓഫ് ടീച്ചർ, ഇത്തരം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ ഒന്ന് വായിച്ചിട്ട് പോയാൽ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ചിലപ്പോൾ ഇതാണ് കൺസെപ്റ്റ് ഓഫ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഫിലോസഫിക്കൽ ഡിവിഷൻസിൽ ഇതാണ് എന്നാവില്ല ചോദിക്കുന്നത്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും. പക്ഷെ നമ്മൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റുന്നതാണ്. പിന്നീട് മേജർ ഫിലോസഫിക്കൽ സിസ്റ്റം ഇൻ ദ ഈസ്റ്റ് 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി, ബുദ്ധിസം, ജൈനിസം ആൻഡ് ഇസ്ലാമിക് തോട്ട്. അതും നമുക്ക് വായിച്ചു പോയി എഴുതാൻ പറ്റുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഇൻ ദ വെസ്റ്റിലെ മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസിനെ പറ്റിയിട്ടുള്ള ചോദ്യം ഉറപ്പാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏതൊക്കെയുണ്ട്? നാച്ചുറലിസം ഉണ്ട്, പ്രാഗ്മാറ്റിസം ഉണ്ട്, ഹ്യൂമാനിസം ഉണ്ട്, റിയലിസം ഉണ്ട്, ഐഡിയലിസം ഉണ്ട്. ദെൻ ഡെമോക്രസി ആൻഡ് ക്രിട്ടിക്കൽ പെഡഗോഗി ഉറപ്പാണ്. ക്രിട്ടിക്കൽ പെഡഗോഗിയിൽ ആരെ പറ്റിയിട്ട്? പൗലോ ഫ്രൈറെ പറ്റിയിട്ടുള്ള ചോദ്യം ഉറപ്പാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ തന്നെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ടേം. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്കുണ്ട്, ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്ന ഒരു ടേമും ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് പൗലോ ഫ്രൈറയുടെ. ഇത് ഉറപ്പായിട്ടും ചോദ്യം വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അതേപോലെ തന്നെ ഡെമോക്രസി ആൻഡ് ക്രിട്ടിക്കൽ പെഡഗോഗി ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അതുപോലെ ഐഡിയലിസവും നാച്ചുറലിസവും പ്രാഗ്മാറ്റിസവും ഹ്യൂമനിസവും റിയലിസവും, ഇത് ഓരോന്നും എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായ ധാരണ നമുക്ക് വേണം. അല്ല എങ്കിൽ നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ എഴുതാൻ പറ്റില്ല, ഉറപ്പാണ്. എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് ഏകദേശം ഒരുപോലെ ഇത് തന്നെയല്ലേ അവിടെ പറഞ്ഞത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വെച്ചിട്ട് നമ്മൾ എക്സാം ഹോളിൽ പോകരുത്. എന്താണ് നാച്ചുറലിസത്തിൽ പറയുന്നത്, എന്താണ് പ്രാഗ്മാറ്റിസത്തിൽ പറയുന്നത്, എന്താണ് ഹ്യൂമനിസത്തിൽ പറയുന്നത്, റിയലിസത്തിലും ഐഡിയലിസത്തിലും പറയുന്നത്, ഇത് കൃത്യമായിട്ട് നമുക്കറിയണം. ഇവിടെ ഓരോന്നും ടീച്ചറിന്റെ റോൾ എന്താണ്, ഡിസിപ്ലിൻ എങ്ങനെയാണ്, കരിക്കുലം എന്താണ്, ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു വേർതിരിച്ചുള്ള അറിവ് ആവശ്യമാണ്. അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 3-4 മാർക്ക് ചിലപ്പോൾ കിട്ടുന്ന ഒരു പോർഷൻ തന്നെയാണ് മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ്. ഇതിലേതെങ്കിലും ഒന്നിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും.
Eminent thinkers in education: Gandhiji, Tagore, Vivekananda, Plato, Rousseau, Montessori, Froebel, John Dewey, Paulo Freire. നേരത്തെ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ പെഡഗോഗി ആരുടേതാണ്? പൗലോ ഫ്രൈറയുടേതാണ്. അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻസ് മാത്രമായിരിക്കില്ല, നേരത്തെ പറഞ്ഞതുപോലെ ഡെഫിനിഷൻസും ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. പിന്നീട് ചോദിക്കുന്നത് ജോൺ ഡൂയിയുടെയും മോണ്ടിസോറിയുടെയും ഫ്രോബലിന്റെയും ഒക്കെ എന്താണ് എഡ്യൂക്കേഷൻ ഫിലോസഫി, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന എഡ്യൂക്കേഷനെ പറ്റിയിട്ട്, മോണ്ടിസോറി എഡ്യൂക്കേഷൻ, അതേപോലെ എന്താണ് പ്ലേ മെത്തേഡ്, ഇത്തരത്തിലുള്ള പല മെത്തേഡ്സ് ഇവരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ ഇവരുടെ എന്താണ് പെർസ്പെക്റ്റീവ് എന്തായിരുന്നു, ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. And value education, classification of values, significance of value education, religious and moral education, development of values, value crisis. നമുക്കൊന്ന് നോട്ട് വായിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. അടുത്ത് മൊഡ്യൂൾ 2 ആണ് എന്ത്, സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ്. ഇതെന്താണ്, ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റുമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ ഫിലോസഫി എന്ന് പറഞ്ഞ് എഡ്യൂക്കേഷനും ഫിലോസഫിയും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ എഡ്യൂക്കേഷനും സോഷ്യോളജിയും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യോളജി, അതേപോലെ തന്നെ ഇവരുടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ, അതേപോലെ സോഷ്യൽ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന്, അതേപോലെ തന്നെ എന്താണ് സൊസൈറ്റിയിൽ ഈ പറയുന്നത് പോലെ സോഷ്യോളജി ആൻഡ് എഡ്യൂക്കേഷൻ ഇവരുടെ ഇൻട്രാക്റ്റീവ് റോള്, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതും നമുക്ക് എന്താണ് കൃത്യമായിട്ടൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല വരുന്നത്. പലപ്പോഴും ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പോർഷനാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്, ഇവിടെയും 2-3 ഡെഫിനിഷൻസ് ചില പ്രാവശ്യങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഇനി ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ വിത്ത് റിഗാർഡ് ടു കൾച്ചർ, പ്രിസർവേഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ സോഷ്യൽ ചേഞ്ച് ആൻഡ് എഡ്യൂക്കേഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോഷ്യൽ ചേഞ്ചസ്, ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതല്ലേ. അതായത് സോഷ്യൽ ചേഞ്ചസിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ വന്നത് എന്താണ്, റോൾ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി, ഫാക്ടേഴ്സ് ഹിൻഡർ പോസിറ്റീവ് ചേഞ്ചസ് ഇൻ സൊസൈറ്റി, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ക്ലാസ്, റിലീജിയൻ, എത്നിസിറ്റി, ലാംഗ്വേജ്, ഇതിനെ പറ്റിയിട്ട് കുറച്ച് ഒന്ന് നോക്കിയിട്ട് പോവുക. Then major changes occurred in Indian society. അതിൽ എന്തൊക്കെയാണ്? കറപ്ഷൻ, ടെററിസം, ആന്റി നാഷണൽ ആക്ടിവിറ്റീസ്, വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ, ഡ്രഗ് അബ്യൂസ് ആൻഡ് ആൽക്കഹോളിസം. ഇവിടെ നമുക്ക് തോന്നും ഈ ഒരു പോർഷൻ ജനറൽ ആണല്ലോ എന്ന്. പക്ഷേ ഇവിടെ ചില സമയത്ത് എന്ത് ചോദിച്ചിട്ടുണ്ടടാ, വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ലെജിസ്ലേഷൻസ്, ആക്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസും അല്ലെങ്കിൽ ആൽക്കഹോളിസവുമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. പിന്നെ ടെററിസം എന്താണെന്നറിയാം, കറപ്ഷൻ, മേജർ സോഷ്യൽ ഈവിൾസിനെ നമുക്ക് എങ്ങനെ കർബ് ചെയ്യാം എഡ്യൂക്കേഷനിലൂടെ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ദെൻ എഡ്യൂക്കേഷണൽ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മേജർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവർ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെമോക്രസി ആൻഡ് സെക്യുലറിസമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെയും ഡെമോക്രസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ്. സെക്യുലറിസവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് സെക്യുലറിസത്തിന്റെ ഭാഗമാണോ, അല്ലെങ്കിൽ ഡെമോക്രസി എങ്ങനെ നമുക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാം എന്നുള്ള, ഇപ്പൊ ഇങ്ങനെ ആയിരിക്കാം ഒരു ചോദ്യം. താഴെ പറയുന്നവയിൽ കുട്ടികളിൽ ഡെമോക്രാറ്റിക് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ് മെത്തേഡ് ഏതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ സെക്യുലറിസവുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ നമുക്കൊരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നു, ഇത്തരം ചോദ്യങ്ങളാണ് ഇവിടെ വരാറ്. ദെൻ നാഷണൽ ഇന്റഗ്രേഷനും കൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വില്ലേജും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ, ഇവിടെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോഷ്യലൈസേഷൻ, ഒരാളുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ പ്രോസസ്, ഇത് ഇത്രയും വന്നതിന് ശേഷം ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അക്കൾച്ചറേഷൻ, കൾച്ചറൽ ഡിഫ്യൂഷൻ, കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഇനേർഷ്യ, ഇത്
ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എന്ന് ഞാൻ പറയും. ഹോട്ട് ടോപ്പിക് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രാവശ്യവും സെറ്റിന്റെ പരീക്ഷയ്ക്ക് ആയിക്കോട്ടെ, ഇനി കേട്ടറ്റ് ആയിക്കോട്ടെ, സീറ്ററ്റ് ആയിക്കോട്ടെ, ഒക്കെ ചോദിക്കും അക്കൾച്ചറേഷൻ എന്താ, കൾച്ചറൽ ലാഗ് എന്താ, കൾച്ചറൽ ഡിഫ്യൂഷൻ എന്താ. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നേക്കും, ഇത് താഴെ എന്താണ്, ഏതാണ്, കൾച്ചറൽ ലാഗ് ആണോ, കൾച്ചറൽ ഡിഫ്യൂഷൻ ആണോ, അക്കൾച്ചറേഷൻ ആണോ എന്നുള്ള ഒരു ചോദ്യം ഉറപ്പാണ്. നിങ്ങൾ എന്താണ് നോട്ട് ചെയ്ത് വെച്ചോ, ഇവിടെ നിന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് അക്കൾച്ചറേഷൻ, കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഡിഫ്യൂഷൻ, കൾച്ചറൽ ഇനേർഷ്യ. പഠിക്കാതെ പോകരുത്. കൃത്യമായിട്ട് എന്താണ് എന്ന് എക്സാമ്പിളിലൂടെ ആണെങ്കിൽ അങ്ങനെ, അല്ലാതെയാണെങ്കിൽ അങ്ങനെ പഠിച്ചിട്ടേ പോകാവൂ. ദെൻ മൊഡ്യൂൾ 3ലേക്ക് വരുമ്പോൾ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് ആണ് നമ്മുടെ പോർഷൻ വരുന്നത്. നമുക്കറിയാം നമ്മുടെ എക്സാമുകളിൽ സൈക്കോളജിക്ക് വളരെ അധികം എന്താണ് മുൻതൂക്കമുള്ള ഒരു എക്സാം ആണ്. സെറ്റിന്റെ എക്സാം ആയാലും അതേപോലെ എന്താണ് കേട്ടറ്റൊക്കെ ആയി കഴിഞ്ഞാലും അല്ലെ. ഇപ്പോൾ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസിൽ എപ്പോഴും ചോദിക്കുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതേപോലെ അതിലെ സ്കൂൾസ് ഓഫ് സൈക്കോളജി. ഈ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ എന്തൊക്കെയുണ്ട്, ഈ പറഞ്ഞ ഏതൊക്കെയാണ്, ബിഹേവിയറിസം, അതേപോലെ എന്താണ് കൺസ്ട്രക്റ്റിവിസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്ലിനിക്കൽ സൈക്കോളജി, ആപ്ലിക്കേഷൻസ് ഓഫ് സൈക്കോളജി, ഇത് ഇത്രയും ചോദിക്കാറുണ്ട്. സ്കൂൾസ് ഓഫ് സൈക്കോളജി ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലെ ഫീൽഡുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തോന്നും ഈ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് വളരെ വളരെ എന്താണ് എളുപ്പമല്ലേ, നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്തുകൂടെ എന്ന് തോന്നും. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്താണ് എന്ന് കൃത്യമായ ധാരണയിൽ പോയില്ലെങ്കിൽ, അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാർക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിന്റെ ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ നമ്മളെ കുഴപ്പിക്കും. അതേപോലെ ഗൈഡൻസിനെയും കൗൺസിലിങ്ങിനെയും പറ്റിയിട്ട് ഓരോരുത്തർ പറഞ്ഞിട്ടുള്ളതുണ്ട്. അതേപോലെ കൗൺസിലിംഗ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, അതിനെയൊക്കെ പറ്റിയിട്ടൊന്ന് നോക്കിയിട്ട് പോവുക. ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പേഴ്സണാലിറ്റി ഇതേപോലൊരു ഹോട്ട് ടോപ്പിക് ആണ്. പേഴ്സണാലിറ്റി ഹോട്ട് ടോപ്പിക് ആണ്. പേഴ്സണാലിറ്റിയുടെ അപ്രോച്ചസ്, അതേപോലെ തന്നെ പലപ്പോഴും പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ, നമ്മളെപ്പോഴും മാർക്ക് കളയുന്ന ഒരു പോർഷനാണ്. പേഴ്സണാലിറ്റിയുടെ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ടെസ്റ്റുകളെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് പലപ്പോഴും ആൻസർ ചെയ്യാൻ പറ്റാറില്ല. കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കുക. പേഴ്സണാലിറ്റിയെ പറ്റിയിട്ട് ചോദ്യം ഉറപ്പാണ്. അപ്രോച്ചസ്, ടൈപ്പ്, അതേപോലെ കാര്യങ്ങൾ, ട്രൈറ്റ് അപ്രോച്ച്, അങ്ങനെയൊക്കെ. പിന്നീട് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. നമുക്കറിയാലോ, ഇൻട്രിൻസിക് ആണെങ്കിൽ എനിക്ക് പഠിക്കണം എന്നുള്ള എൻ്റെ എന്താണ് ഭയങ്കരമായിട്ട് എനിക്കാണ് ആവേശം, എനിക്ക് പഠിക്കണം, ജോലി മേടിക്കണം, എനിക്ക് ഈ സെറ്റ് ക്രാക്ക് ചെയ്യണം, ഇതെന്താ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്. അതേസമയം എന്താ വേറൊരാൾ പറയുന്ന, നീ സെറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിനക്ക് എന്തെങ്കിലും വാങ്ങിത്തരാം എന്ന് അച്ഛനും അമ്മയൊക്കെ പറയുന്നു. ആ പ്രായമൊക്കെ കഴിഞ്ഞ്, എന്നാലും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, എന്തെങ്കിലും വാങ്ങിത്തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിനൊന്നും പഠിക്കത്തില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അതെന്താ എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. എനിക്ക് പ്രത്യേകിച്ച് മോട്ടിവേഷൻ ഒന്നുമില്ല, അവർ ഇത് വാങ്ങിത്തരാന്ന് പറഞ്ഞു, അല്ലെ എനിക്കൊരു ഐഫോൺ വാങ്ങിത്തരാന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പഠിച്ചേക്കാം. ഇത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാ. ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും മോട്ടിവേഷൻ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്രോച്ചസ് ടു മോട്ടിവേഷൻ, അതിൽ ഉള്ള തിയറീസ്, മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ്, അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന്, അപ്രോച്ചസ് എല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. മോട്ടിവേഷനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടല്ലോ. ദെൻ ഇന്റലിജൻസ്, നേരത്തെ പേഴ്സണാലിറ്റി പറഞ്ഞതുപോലെ തന്നെ ഇന്റലിജൻസ് തിയറീസ്, ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, അതേപോലെ എന്താണ് മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റുകൾ, അല്ലെ ഇന്റലിജൻസ് ബൈനൈറ്റ്, ഈ ടെസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഒരു ചോദ്യം പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റിൽ നിന്നോ വരും. ഫാക്ടർ തിയറീസ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. അപ്പൊ നമ്മൾ ഈ ഹൈറാർക്കി ഒക്കെ വരച്ച് പഠിച്ചിട്ടൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തോളുക. ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, നമുക്കൊരു ഇന്റലിജൻസ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ക്രിയേറ്റിവിറ്റി എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, എറിക്സൺ, പിയാഷെ, വൈഗോട്സ്കി ചോദിക്കും, ഉറപ്പാണ് ചോദിക്കും. പിയാഷെയുടെ തിയറി ഇല്ലാത്ത ഒരു ചോദ്യപേപ്പർ ഇല്ല, അല്ലെങ്കിൽ എറിക്സൺ ഇല്ലാത്ത, വൈഗോട്സ്കി ഇല്ലാത്ത ഒരു ചോദ്യപേപ്പർ നമുക്ക് വിചാരിക്കുക വേണ്ട. ഇവരിൽ ആരെങ്കിലും ഒരാൾ അവിടെ കണ്ടിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറി കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സ്റ്റേജസ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക. ഇത്തരം കാര്യങ്ങൾ എന്താണ് നമ്മൾ വിട്ടുപോകരുത്. അതേപോലെ എന്താണ് മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ്, എന്താണ് മെമ്മറി, എന്താണ് ഫോർഗെറ്റിംഗ് കർവ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചോദിക്കും.
അഡോളസൻ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കറിയാം, ഇമോഷണൽ ആൻഡ് മോട്ടിവേഷണൽ ആസ്പെക്ട്സ്, പിയർ ഇൻഫ്ലുവൻസ്, പാരന്റിങ് ഡിഫിക്കൽട്ടീസ് നമുക്ക് വായിച്ചിട്ട് പോയാൽ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈക്കോളജി പോർഷനിൽ എന്തൊക്കെയാണ്? ഇന്റലിജൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ്, ടെസ്റ്റുകൾ, പേഴ്സണാലിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട അപ്രോച്ചസ്, അതേപോലെ തന്നെ ആരൊക്കെ? എറിക്സണും പിയാഷെയും വൈഗോട്സ്കിയും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതേപോലെ എന്താണ്? സ്കൂൾസ് ഓഫ് സൈക്കോളജി, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കാതെ പോകരുത്. ഇനി ഏതെങ്കിലും ഒരു കഷ്ടകാലത്തിന് ഇതിൽ നിന്ന് ഒരെണ്ണം ചോദിച്ചില്ല, നമുക്ക് നഷ്ടമൊന്നുമില്ല. നമ്മൾ ഏതൊരു എക്സാം എഴുതാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും എന്താണ്? സൈക്കോളജി നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഇതിൽ തന്നെ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇവിടെയാണ് എന്ത് വരുന്നത്? നമ്മുടെ തുടക്കം തൊട്ടേ ഉള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് പോളിസീസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന ഒരു പോർഷനാണ്. ഇപ്പം നമുക്കറിയാം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരണമെങ്കിൽ വരാം. അതേപോലെ എയർലി എഡ്യൂക്കേഷൻ, ഇന്ത്യയുടെ ഹിസ്റ്ററി, മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ HSST എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്കറിയാം, നമുക്ക് അവിടെ ഒരു ജനറൽ പേപ്പറിലെ അവിടെയും എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട്. റോൾ ഓഫ് ഗവൺമെന്റ്സ് റോൾ ഇൻ പ്രീ ഇൻഡിപെൻഡൻസ്, റിപ്പോർട്ട് ആൻഡ് ഡോക്യുമെന്റ്സ്. ഇവിടെയാണ് എന്ത്? കോത്താരി കമ്മീഷൻ വരും, രാധാകൃഷ്ണൻ കമ്മീഷൻ വരും. കോത്താരി, രാധാകൃഷ്ണൻ കമ്മീഷൻ, മെക്കാളെ മിനിറ്റ്സ്, ഇത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻഡിപെൻഡൻസിന് മുന്നും ശേഷവും ഒക്കെ ഉള്ള കുറേ കാര്യങ്ങൾ വരും. അതേപോലെ റിപ്പോർട്ട്സ് ആൻഡ് പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ്, അതിലാണ് NPE ഫസ്റ്റ് സെക്കൻഡ്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റീസെന്റ് ആയിട്ടുള്ളത് ചോദിക്കാം. അതേപോലെ എന്താണ്? BPEGL, IEDSS ഒക്കെ ചോദിക്കാം. ഇവിടെ റിപ്പോർട്ട്, കമ്മീഷൻ, ഇത് ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ആക്ട് ആൻഡ് ബിൽസ് റെലവൻറ്റ് ടു ഹയർ എഡ്യൂക്കേഷൻ, അതിലെന്താണ്? ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള എന്താണ് പ്രധാനപ്പെട്ട ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ കേരള പാസ്സാക്കിയിട്ടുള്ള ലെജിസ്ലേഷൻസ്. ഇവിടെ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങനെ ഇരുന്ന് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇവിടെയും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ താഴേക്ക് വരുമ്പോൾ പ്രോഗ്രാംസ് ഫോർ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സാക്ഷർ ഭാരത്, RTE റൈറ്റ് ടു എഡ്യൂക്കേഷൻ, DPEP, SSA, RMSA, റൂസ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളുക. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഏതൊക്കെ? MHRD, UGC, NCTE, NCERT, NUPA, NUEPA, NUPA എന്ന് നമ്മൾ പറയും. SCERT നമുക്കറിയാം, ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഫുഡ് ഡയറ്റ് അല്ല ഈ ഡയറ്റ്. അതേപോലെ എന്താണ്? CTE, SIET, ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം പഠിച്ചിരിക്കുക. ഇത് ഏത് വർഷം വന്നു എന്ന് പഠിച്ചിരിക്കുക. ഇതിൻ്റെ എയിം പഠിക്കുക. ഇത്രയും മാത്രം പഠിച്ചാലും ഇവിടെ നിന്നുള്ള ആൻസേഴ്സ് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ ഇവിടം തൊട്ട് തുടങ്ങുന്നു. അടുത്തത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ്. അതിൽ എന്താണ്? ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്, ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ, സ്കിൽ ബേസ്ഡ് തിയറട്ടിക്കൽ നോളജ്, ഇങ്ങനെയുള്ള ടീച്ചർ എങ്ങനെയാവണം എന്നുള്ളതാണ്. നമുക്കൊരു സിറ്റുവേഷൻ തരും, ഇവിടെ ഈ ടീച്ചർ എങ്ങനെ പെരുമാറും എന്നുള്ളതായിരിക്കും ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം. ടീച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ഇതാണോ ടീച്ചർ അവിടെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ആലോചിക്കുക, ആൻസർ ചെയ്യുക. വളരെ എളുപ്പമാണ്, നമുക്കൊക്കെ അറിയുന്നതാണ്. BEd ഒക്കെ പഠിച്ചവരാണല്ലോ എല്ലാവരും. അപ്പോൾ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ 2 വർഷം മുഴുവനും നമ്മുടെ കോളേജുകളിൽ എങ്ങനെ ഒരു ടീച്ചർ ആവാം എന്നാണ് പറഞ്ഞു തന്നത് അല്ലെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ലതെന്ന് തോന്നുന്നത് എടുത്തു, മോശമെന്ന് തോന്നിയത് കളഞ്ഞു. അപ്പൊ നമുക്കൊരു അറിയാലോ എങ്ങനെ ആയിരിക്കണം ഒരു ടീച്ചർ എന്ന്. അത് മാത്രം പോരാ, നമുക്കിവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന്, ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അഡ്മിനിസ്ട്രേറ്റീവ് മോഡൽസ്, അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ഓഫ് ടീച്ചേഴ്സ്, ഒബ്ലിഗേഷൻസ് ടു സ്റ്റുഡൻസ്, പാരൻസ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഇവിടുന്ന് എപ്പോഴും ഈ പറഞ്ഞതുപോലെയാണടാ ചോദ്യങ്ങൾ വരാറുള്ളത്. നിങ്ങൾ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയി എന്ന് വിചാരിക്കുക, അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, നിങ്ങൾ താഴെ പറയുന്നവയിൽ എന്ത് കാര്യം ചൂസ് ചെയ്യും? ഇങ്ങനെയുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ തന്നിട്ടുള്ള ചോദ്യമായിരിക്കും. അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് മോഡൽസ്, അവിടെ റോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ടീച്ചർ എങ്ങനെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വായിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യം അറിയാമെങ്കിൽ ആൻസർ എഴുതാം. പിന്നീട് റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്, ഇവിടെയാണ് ഇന്നോവേറ്റീവ് ടീച്ചിങ് അല്ലെങ്കിൽ മെക്കാനിസംസ് ഓഫ് ഫീഡ്ബാക്ക് ടു ലേണേഴ്സ്, സെൽഫ് അസസ്മെന്റ് ചോദിക്കും. ഇത്തരം കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. ദെൻ പ്രൊഫഷണൽ ഡെവലപ്മെന്റിൽ
അത് മൊഡ്യൂൾ 1 പറയുന്നതാണ്. നീഡ്സ് ഫോർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, നമുക്കറിയാം ഒരു ടീച്ചറായിട്ട് ജോലിക്ക് കയറി പിന്നെ ഉള്ള കാലം അവിടെ ഇരിക്കുക അതാണോ? അല്ല. ആ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വർക്ക്ഷോപ്പുകൾ വേണം, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വേണം, പ്രൊഫഷണൽ അസോസിയേഷൻസിൽ പോകണം, പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് വേണം. അപ്പോ B.Ed എന്ന് പറയുന്നത് പ്രീ സർവീസ് ആണോ ഇൻ സർവീസ് ട്രെയിനിങ് ആണോ? പറയേ. പ്രീ സർവീസ് ട്രെയിനിങ് ആണ് അല്ലേ? പ്രീ സർവീസ് ട്രെയിനിങ് ആണ്. ഇനി നമ്മൾ ഒരു B.Ed ഒക്കെ കഴിഞ്ഞു, ടീച്ചറായിട്ട് നിങ്ങൾ സെറ്റൊക്കെ എഴുതിയെടുത്തു, HSSTO അല്ലെങ്കിൽ HSA ഒക്കെ എഴുതിയെടുത്തു, നിങ്ങൾ ജോലിക്ക് കയറി. ജോലിക്ക് കയറി കുറച്ച് നാൾ കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു, നമുക്ക് വെക്കേഷനിൽ ഒരു ക്ലാസ് വെക്കുന്നു, വർക്ക്ഷോപ്പ് വെക്കുന്നു, അതെന്താണ്? ഇൻ സർവീസ് ട്രെയിനിങ് ആണ്. ക്ലസ്റ്റർ ട്രെയിനിങ്, ടീച്ചർ റേറ്റിംഗ് ആൻഡ് ഗ്രേഡിങ്. പിന്നീട് ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സിലാണ് ക്വാളിറ്റി ആൻഡ് ക്യാരക്ടേഴ്സ് ഓഫ് എ ടീച്ചർ എന്ന് പറയുന്നതിൽ പ്രൊഫഷണൽ ക്വാളിറ്റീസും പേഴ്സണൽ ക്വാളിറ്റീസും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ ഒരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്വാളിറ്റീസ് ഓഫ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമുക്കറിയാം, നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് അറിയാം ഇതൊക്കെയാണ് ക്വാളിറ്റി എന്ന്. പക്ഷേ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, ഇതിലേതൊക്കെ പ്രൊഫഷണൽ ക്വാളിറ്റി, ഇതിലേതൊക്കെ പേഴ്സണൽ ക്വാളിറ്റി എന്ന് ചിലപ്പോഴെങ്കിലും കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസിനെ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുക. മൊഡ്യൂൾ 2 ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ടീച്ചിങ് സ്കിൽസ് എന്തൊക്കെയാണ്? ക്വാളിറ്റി ഓഫ് ടീച്ചിങ്. ഇതിൽ മൈക്രോ ടീച്ചിങ്ങിന്റെ സ്റ്റെപ്പ് ചോദിക്കും, ആര് കൊണ്ടുവന്നു എന്ന് ചോദിക്കും. മൈക്രോ ടീച്ചിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. Then techniques and approaches to teaching. അതിലെന്താണ്? ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ, പിയർ ടീച്ചിങ്, മെന്ററിങ്, ഫെസിലിറ്റേറ്റഡ് ഇൻസ്ട്രക്ഷൻ, ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ ടീച്ചിങ്. ഇവിടെ ടെക്നിക്സ് ആൻഡ് അപ്രോച്ചസ് ടു ടീച്ചിങ്ങിലും ചിലപ്പോൾ ഡയറക്റ്റ് ഒരു ചോദ്യമായിരിക്കാം, അതല്ലെങ്കിൽ എന്താണ്? ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ തന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആരാണ് ഒരു മെന്റർ, ആരാണ് ഒരു ഫെസിലിറ്റേറ്റർ, പിയർ ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ദെൻ ഇൻസ്ട്രക്ഷണൽ മോഡൽസ് ഓഫ് ടീച്ചിങ്. അതിൽ നമ്മുടെ മോഡലുകൾ നമ്മൾ എല്ലാം ലെസൺ പ്ലാൻ എഴുതിയിട്ടുള്ളത് അല്ലേ? കൺസെപ്റ്റ് അറ്റൈൻമെന്റ്, ബ്രൂണറുടെ കൺസെപ്റ്റ് അറ്റൈൻമെന്റ്, അഡ്വാൻസ് ഓർഗനൈസർ, അതേപോലെ തന്നെ എന്താണ്? ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ എഴുതിയിട്ടുണ്ട്, എൻക്വയറി ട്രെയിനിങ് മോഡൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലെസൺ പ്ലാൻ എഴുതിയതും പഠിപ്പിച്ചതും ഒക്കെയാണ്. അപ്പോൾ ഇത് ഓരോന്നും ആര് കൊണ്ടുവന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. അതേപോലെ തന്നെ ഇതിൽ എന്താണ് പറയുന്നത്? ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് പഠിക്കുമ്പോൾ നമ്മൾ സിൻടാക്സ് എന്താണ് എന്നുള്ളത്, അതേപോലെ എന്താണ് സപ്പോർട്ട് സിസ്റ്റം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കില്ല. അപ്പോൾ ആ ഒരു ടേമുകൾ നിങ്ങൾ ഫെമിലറൈസ് ചെയ്ത് വെക്കുക. ഈ ഓരോ മോഡൽസ് ഓഫ് ടീച്ചിങ്ങും ആര് കൊണ്ടുവന്നു, എന്തിനു വേണ്ടി കൊണ്ടുവന്നു. ചിലപ്പോൾ നമ്മൾ ഒരു ഫാമിലി പഠിച്ചിട്ടില്ലേടാ? പേഴ്സണൽ ഫാമിലി, സോഷ്യൽ ഫാമിലി, ഇങ്ങനെയൊക്കെ കുറേ ഫാമിലി പഠിച്ചിട്ടുണ്ട്. ഈ ഓരോ ഫാമിലിയിലുമാണ് ഈ ഓരോ മോഡൽസ് എന്ത് ചെയ്യുന്നത്? ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാൻ ഒരു അവസരം വരികയാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം. ഇത് ഓരോന്നും ഇപ്പോൾ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഏത് ഫാമിലിയിൽ വരുന്നു, അല്ലെങ്കിൽ എന്താണ് അഡ്വാൻസ് ഓർഗനൈസർ ഏത് ഫാമിലിയിൽ വരുന്നു എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എഴുതാൻ തയ്യാറായിട്ട് ഒന്ന് ആ ഒരു ഫാമിലീസ് മനസ്സിലാക്കി വെച്ചാൽ നല്ലത്. അത്രയും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്താണ് ും അതിൽ ഏതൊക്കെയാണ് പറയുന്നത് എന്നെങ്കിലും ഉള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡലും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്തത് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എന്നുള്ളത് ഓർത്ത് വെച്ചോളുക കേട്ടോ. ദെൻ ഇവിടെ അത്രയും തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി വേറൊരു കാര്യം ഇവിടെ പറയേണ്ടത്, ഈ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്താണ്, അഡ്വാൻസ് ഓർഗനൈസർ എന്താണ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞാലേ ഇൻ കേസ് ഇവിടെ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്നത് ഒരു കൺസെപ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഏത് മോഡൽ ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ നെഗറ്റീവ് എക്സാംപ്ലേഴ്സും പോസിറ്റീവ് എക്സാംപ്ലേഴ്സും തന്നിട്ട് കുട്ടിയെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യിക്കുന്നത് എവിടെയാണ്? ഇതൊക്കെ കൺസെപ്റ്റ് അറ്റൈൻ മോഡലിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ എന്താണ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലുള്ള സ്ഥലമാണ്. അഡ്വാൻസ് ഓർഗനൈസർ എല്ലാം ചോദിക്കോടെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നമുക്ക് അറിയുന്നതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. ദെൻ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിൽസ് കോൺ ഓഫ് എക്സ്പെരിമെന്റ് ചോദിക്കും, എക്സ്പെരിമെന്റൽ എക്സ്പീരിയൻസ്. കമ്മ്യൂണിറ്റി റിസോഴ്സസ് ചോദിക്കും. അത് എന്താണ് നമുക്കറിയാം. കമ്മ്യൂണിറ്റി റിസോഴ്സസ് തന്നെ എന്തുണ്ട്? പൊളിറ്റിക്കൽ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഉണ്ട്, അതേപോലെ എന്താണ് എക്കണോമിക്കൽ റിസോഴ്സസ് അറിയുന്നതാണ്. വെബ് റിസോഴ്സസ് അറിയാം.
മൊഡ്യൂൾ 3 ലേണിംഗ് ആണ്. ഈ ലേണിംഗ് തിയറീസ് ഞാൻ നേരത്തെ സൈക്കോളജിയുടെ കാര്യം പറഞ്ഞപ്പോൾ സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ ബിഹേവിയറിസം കൺസ്ട്രക്റ്റിവിസം ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ലേണിംഗ് തിയറീസ്, ബിഹേവിയറിസ്റ്റ് തിയറീസ്, കൊഗ്നിറ്റീവ് ലേണിംഗ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് വ്യൂസ്, അതേപോലെ എന്താണ് വൈഗോട്സ്കി, പിയാഷെ, ഗാഗ്നെ, ബ്രൂണർ, ഓസ്ബെല്ല്, ബ്ലൂംസ് ടാക്സോണമി, റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി, പിയേർഡിന്റെ ഏറ്റവും നമ്മൾ എന്താണ് അടിസ്ഥാനം എന്നൊക്കെ പറയും. നമ്മൾ എഴുതത്തില്ലേടാ എന്താണ് സ്റ്റുഡൻറ് ഐഡന്റിഫൈ, അല്ലെങ്കിൽ സ്റ്റുഡൻറ് ഡിസ്ക്രൈബ്, അല്ലെങ്കിൽ എന്താണ് ലേണർ എക്സ്പ്ലെയിൻ, ലേണർ ക്രിയേറ്റ് എന്നൊക്കെ പറഞ്ഞ ഓരോ ലെവലായിട്ട് നമ്മൾ ലെസൺ പ്ലാനിൽ എഴുതത്തില്ലേ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അത് എന്ത് വെച്ചിട്ടാ? ബ്ലൂംസ് ടാക്സോണമി, റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി വെച്ചിട്ടാ. അപ്പോ വൈഗോട്സ്കി ആരാ, പിയാഷെ ആരാ, ഗാഗ്നർ ആരാ, ബ്രൂണർ ആരാ, ഇവർ ബ്ലൂം എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ റിവൈസ്ഡ് ബ്ലൂം എന്താ, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ലേണിംഗ് തിയറീസ്, മാസ്റ്ററി ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ്. ഈ റീഇൻഫോഴ്സ്മെന്റ് ഒന്ന് നോക്കി വെച്ചോളണേടാ. ദെൻ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, തിങ്കിങ്, നോളജ്, സ്കാഫോൾഡിങ്, അസിസ്റ്റഡ് ലേണിംഗ്, കൺസെപ്റ്റ് ലേണിംഗ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചാൽ എഴുതാൻ പറ്റും. റീഇൻഫോഴ്സ്മെന്റിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാം. ദെൻ ലേണർ ക്യാരക്ടറിസ്റ്റിക്സിൽ ഹെറിഡിറ്റി, പേഴ്സണാലിറ്റി, ഇന്റലിജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കൾച്ചർ, ജെൻഡർ, ഇതൊക്കെ നമുക്ക് വായിച്ചു വെച്ചാൽ എഴുതാൻ പറ്റുന്നതാണ്. ദെൻ ലേണിംഗ് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ലേണിംഗ് എൻവയോൺമെന്റ്, ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ക്ലാസ് റൂം, ക്ലൈമറ്റ്, എൻവയോൺമെന്റ്, ടീച്ചറിന്റെ പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വൽ ലേണിംഗ്, ഗ്രൂപ്പ് ലേണിംഗ്, കുറേ കാര്യങ്ങൾ വരും. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്താണെന്ന് നോക്കണേ. ദെൻ സോഷ്യോമെട്രി. ഈ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഒന്നുണ്ട്, അത് നോക്കിയിട്ട് പോവുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ്സ്. ദെൻ അതേപോലെ എന്താണ് സോഷ്യോമെട്രി അല്ലെങ്കിൽ സോഷ്യോഗ്രാം എന്താണ് എന്നുള്ളത്, ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ലേണേഴ്സ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇവിടെ നമുക്കറിയാം ലേണിംഗ് ഡിസബിലിറ്റീസ്, ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, അതേപോലെ ഡിസ്ഗ്രാഫിയ, കാൽക്കുലിയ, ഇങ്ങനെയുള്ള ലേണിംഗ് ഡിസബിലിറ്റീസിനെ പറ്റി ചോദിക്കാം. അല്ലെങ്കിൽ ഓരോ IQ ലെവൽ ഉണ്ടല്ലേ കുട്ടി, എന്താണ് സ്പെഷ്യൽ നീഡ്സ് ഉള്ളതിൽ തന്നെ എന്താണ് മെന്റലി റിട്ടാർഡർ, അല്ലെങ്കിൽ എന്താണ് സിവിയർ, ഇങ്ങനെ ഓരോ കേസ് നമ്മൾ തിരിക്കില്ലേടാ. ഒരു IQ ലെവലിന്റെ കാര്യം പഠിച്ചു വെക്കുക. ദെൻ വിഷ്വൽ ആൻഡ് ഹിയറിംഗ് ഇമ്പയർമെന്റ്സിനെ പറ്റിയിട്ട്, അതേപോലെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്താണ്, ഇൻക്ലൂസീവ് ക്ലാസ് റൂം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കിയിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവാലുവേഷനിലേക്ക് വന്നാൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ഇവാലുവേഷൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ അച്ചീവ്മെന്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എപ്പോഴും ചോദിക്കും. അച്ചീവ്മെന്റ് ടെസ്റ്റ് കൊണ്ടുവന്നത് ആരെന്ന് ചോദിക്കും, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ അത് ചോദിക്കും. ഈ അച്ചീവ്മെന്റ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും എന്തിന് നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോടാ. എന്തിനാണ് അച്ചീവ്മെന്റ് ചെയ്യുന്നത്, എന്തിനാണ് ഡയഗ്നോസ്റ്റിക് ചെയ്യുന്നത്, ഇത് തമ്മിലുള്ള വ്യത്യാസം. ക്യുമുലേറ്റീവ് റെക്കോർഡ്, റേറ്റിംഗ് സ്കെയിൽ, ഇത് ചോദിക്കാറുണ്ട്. ദെൻ കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ CCE നമുക്കറിയാം, അതിനെ പറ്റിയിട്ടും ചോദ്യങ്ങൾ വരുന്നതാണ്. ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടെർമിനൽ ഇവാലുവേഷൻസ് നമുക്കറിയാം. അതേപോലെ എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ്, നോംസ് ബേസ്ഡ് അല്ലെങ്കിൽ ക്രൈറ്റീരിയൻ ബേസ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കുക. പിന്നീട് ഗ്രേഡിംഗ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രേഡിങ്. ദെൻ ഇവിടെ നോക്കേണ്ടത് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കുക. ദെൻ ഫീഡ്ബാക്ക് ആൻഡ് റെമഡിയേഷൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അടുത്ത മൊഡ്യൂള് യൂണിറ്റ് 6 കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇവിടെ മൊഡ്യൂൾ 1 കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്, കൺസെപ്റ്റ്, സ്കോപ്പ്, ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഏടാ. അതേപോലെ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ക്ലാസ് റൂം ആപ്ലിക്കേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ടീച്ചിങ് ഉണ്ടാക്കാം എന്നുള്ളത് കമ്മ്യൂണിക്കേഷനിലൂടെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ആപ്ലിക്കേഷൻ. ദെൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അറിയുന്ന സാധനം തന്നെയാണ്, പക്ഷെ ഒന്നുകൂടെ ഒന്ന് വായിച്ചിട്ട് പോവുക. ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷനും ഈ പറഞ്ഞ പോലെ നമുക്ക് എഴുതാൻ പറ്റും, പക്ഷെ ഒന്ന് നമ്മൾ നോക്കിയിട്ട് തന്നെ പോകുക. ദെൻ കമ്പ്യൂട്ടർ ആൻഡ് ICTയിൽ ബേസിക് പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ, ഡിവൈസസ്, മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, അതിൽ എന്താണ് WAN, LAN, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സെർച്ച് എഞ്ചിൻ എന്താണ്, ബ്രൗസർ എന്താണ്, ഡിഫറൻസ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സൈബർ ലോ, ഇന്ത്യയിലെ IT ആക്ട് 2000 അത് പഠിക്കുക. സൈബർ സെക്യൂരിറ്റി, സൈബർ ലോ അല്ലെങ്കിൽ വൈറസ്, ഇതിലൊക്കെ നിങ്ങൾ ഹാക്കിങ് അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞതുപോലെ
ഫിഷിങ്, സ്പാം, ഇങ്ങനെയൊക്കെയുള്ള കുറെ വേർഡുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് തന്നെ പോവുക. നമുക്ക് അധിക സമയമൊന്നും വേണ്ട, ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എക്സാമ്പിളിലൂടെയൊക്കെ ക്വസ്റ്റ്യൻസും കൂടി നോക്കുക പ്രീവിയസ് ഇയർ. പിന്നീട് ഓഫീസ് ടൂൾസിനെ പറ്റിയിട്ട് നമുക്കറിയാം. വേർഡ് പ്രോസസ്സിംഗ് എന്തിനാണ്, സ്പ്രെഡ്ഷീറ്റ് എന്തിനാണ്, അതേപോലെ തന്നെ എന്താണ് പവർ പോയിന്റ് എന്തിനാണ് എന്നൊക്കെ അറിയാം. ICT എനേബിൾഡ് ലേണിംഗിൽ ഈ കണ്ടന്റ് പോർട്ടൽസ് എന്തൊക്കെയുണ്ട് എന്ന് പഠിക്കുക കേട്ടോ. അതേപോലെ മൂഡിൽ മൂക്ക് IT at സ്കൂൾ പ്രോജക്റ്റ്, ഇവിടെ വിക്ടേഴ്സിനെ പറ്റി ചോദിക്കാം. കൈറ്റ് വിക്ടേഴ്സ്, കൈറ്റ്, ഈ കാര്യങ്ങൾ ചോദിക്കും കേട്ടോ. പിന്നീട് ജനറൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന ഇ-കൊമേഴ്സ്, ഇ-ഗവേണൻസ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്പ്, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ദെൻ ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, സൂപ്പർ കമ്പ്യൂട്ടിംഗ്, ക്ലൗഡ് സ്റ്റോറേജ്, ഇതൊന്ന് വേർതിരിച്ച് പഠിച്ചു വയ്ക്കുക. റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്ക് വരികയാണ്. ഇവിടെ എന്താണ് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് സ്റ്റെപ്സ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് റിസർച്ച് ചോദിക്കാം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ റിസർച്ച്, അതിൽ സർവേ, ഡോക്യുമെന്റ് അനാലിസിസ്, കേസ് സ്റ്റഡി, പക്ഷേ ടൈപ്പും സ്റ്റെപ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആക്ഷൻ റിസർച്ചിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം ദാ, ആക്ഷൻ റിസർച്ച് എപ്പോഴും ചോദിക്കുന്നതാണ്. ആക്ഷൻ റിസർച്ചിന്റെ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സൈക്കിൾ പോലെയൊക്കെ ഇല്ലേടാ, അത് വൃത്തിയായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. സ്കൂൾ ലെവലിൽ ആക്ഷൻ റിസർച്ചിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ്, ഇനി റിസർച്ച് റിപ്പോർട്ട് എഴുതുമ്പോൾ ഉള്ള സ്റ്റെപ്പ്, അതിൻ്റെ APA സ്റ്റൈല്, പ്ലേജിയറിസം എന്താണ്. ഇനി ഈ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന 4th മൊഡ്യൂളിലും നമുക്കൊരു ആപ്ലിക്കേഷൻ ലെവലാണ് ചോദിക്കുന്ന. അഡ്മിനിസ്ട്രേഷൻ ഇതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. ദെൻ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, NCF ചോദ്യം വരും. ഈ അടുത്ത് വന്ന് KCF ചോദിക്കാം. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ചോദിക്കും. പിന്നെ NUP അതാ വീണ്ടും വരുന്നുണ്ട്, നേരത്തെ വന്നതാണ്. അതേപോലെ നമ്മുടെ എന്താണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, SIEMAT, മാറ്റ്, ഇതൊക്കെ ചോദിക്കും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ അവിടുത്തെ പ്രിൻസിപ്പൾ ആണെങ്കിൽ എങ്ങനെ പെരുമാറും, അല്ലെങ്കിൽ എന്താണ് സ്കൂൾസ് കൗൺസിൽ ആരൊക്കെ വേണം, PTA, MPTA, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, അതായത് ഒരു കുറച്ചുകൂടെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് വരുന്നതാണ്. നമുക്ക് പലപ്പോഴും ആപ്ലിക്കേഷൻ തന്നെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് അറ്റ് വേരിയസ് ലെവൽസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ദെൻ ഇന്റർനാഷണൽ ഏജൻസീസ് ആൻഡ് എഡ്യൂക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ UN-ന്റെ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, അതേപോലെ പ്രോഗ്രാംസ് ഓഫ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചോദിക്കുന്ന ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഈ ഒരു സിലബസ് പൂർണ്ണമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വളരെ ഹോട്ട് ടോപ്പിക്സ് ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ഇത്രയും വലിയൊരു സിലബസ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യങ്ങൾ ആദ്യം കവർ ചെയ്തു പോവുക. പിന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് കുറേ വർക്ക്ഔട്ട് ചെയ്യുക. കൃത്യമായിട്ട് എന്താണോ വേണ്ടത് അത് മാത്രം പഠിക്കുക. അല്ലെങ്കിൽ സിലബസിൽ ഇതുണ്ട്, അത് മൊത്തം ഞാൻ പഠിച്ച് എന്താണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് മൊത്തം പഠിച്ച് അതിൽ നമ്മൾ മാസ്റ്ററി ആവാനല്ല പോകുന്നത്. ആ കാര്യം നമ്മൾ പഠിച്ചിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് എഴുതാനാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായ ഗൈഡൻസും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റിന്റെ ജനറൽ പേപ്പറിൽ നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നോക്കിക്കൊണ്ട് തന്നെ പോവുക. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ PYQs ഒക്കെ ഡിസ്കസ് ചെയ്യും. അവിടെ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താണ് ഫലപ്രദമാവുന്ന രീതിയിൽ ഈ ഓരോ ടോപ്പിക്സും കവർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് സിലബസിനെ ഒന്ന് റീസെറ്റ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കുക. അധികം വൈകിട്ടൊന്നുമില്ല, ഇനിയും നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഒരിക്കൽ കൂടി നമ്മുടെ സെറ്റിന്റെ എക്സാമിന് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് PYQ ഡിസ്കഷനുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.